കാസർഗോഡ് ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ നേതൃത്വത്തിൽ ലോക കൊതുക് ദിനവും സമുചിതമായി ആചരിച്ചു. പടന്നക്കാട്ടെ നെഹ്റു കോളേജിൽ വെച്ച് നടത്തിയ ജില്ലാതല പരിപാടി DMO ഡോക്ടർ AV രാംദാസ് ഉദ്ഘാടനം ചെയ്തു. This news sponsored by Jyoti Institute of Medical Technology, നിത്യാനന്ദ ബിൽഡിംഗ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെയും നെഹ്റു കോളേജിലെ ജന്തുശാസ്ത്ര വിഭാഗത്തിന്റെയും NSS യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ജില്ലാതല കൊതുക് ദിനാചരണം സംഘടിപ്പിച്ചത്. നെഹ്റു കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ ദിനാചരണം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AV രാംദാസ് ഉദ്ഘാടനം ചെയ്തു. ഉറവിട നശീകരണം മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ. നമ്മുടെ സ്വയം പ്രൊട്ടക്ഷൻ ഒരുപാട് സംഭവമുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ കൊതുക് ഡോറിനും ജനലിനും ഫിറ്റാക്കിയിട്ട് ഞാനൊക്കെ കൊടുക്കും. പക്ഷെ അത് കാര്യമില്ല. പൊതുവിൽ സമൂഹത്തിനെ രക്ഷിക്കണമെങ്കിൽ നമ്മൾ ഈ ഉറവിട നശീകരണം ചെയ്തേ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യവകുപ്പ് പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളാണ് മുഴുവൻ പരിപാടികൾ. കാരണം അവരിലൂടെ മാത്രമേ നമുക്കിനി വരുന്ന സമൂഹത്തിനെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാനും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ എന്നതിൻ്റെ തിരിച്ചറിവിലൂടെയാണ് നമ്മുടെ മിക്ക പ്രോഗ്രാംസും താഴെത്തട്ടിൽ നിന്ന് തുടങ്ങി കോളേജ് തലം വരെയുള്ള വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ മിക്ക പരിപാടികളിൽ നിന്ന് സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ PV റീജ അധ്യക്ഷയായി. കോളേജിലെ ജന്തുശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ ശരണ്യ പ്രദീപ്, ടെക്നിക്കൽ അസിസ്റ്റന്റ് ബിമൽ ഭൂഷൺ എന്നിവർ ആശംസകൾ നേർന്നു. തുടർന്ന് നടന്ന ബോധവൽക്കരണ സെമിനാറിലും പാനൽ ചർച്ചയിലും ജില്ലാ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ ഓഫീസർ VK ഗിരീഷ്, കാസർഗോഡ് DVC യൂണിറ്റ് ഹെൽത്ത് സൂപ്പർവൈസർ VV സുരേഷ് കുമാർ, ജില്ലാ IDSP സെൽ എപ്പിഡമോളജിസ്റ്റ് ഫ്ലോറി ജോസഫ്, എൻഡമോളജിസ്റ്റ് അനുഷ, വെള്ളരിക്കുണ്ട് എപ്പിഡമോളജിസ്റ്റ് ഭാഗ്യലക്ഷ്മി, DVC യൂണിറ്റ് ഇൻസെക്ട് കലക്ടർ M സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ അബ്ദുൽ ലത്തീഫ് മഠത്തിൽ സ്വാഗതവും ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ PV ഹസീബ് നന്ദിയും പറഞ്ഞു. പരിപാടിയുടെ ഭാഗമായി കാസർഗോഡ് ജില്ലാ DVC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ പ്രദർശനവും നടത്തി. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.